ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരിക്കടുത്തുള്ള തൂതപ്പുഴയുടെ തീരത്ത് കാറൽമണ്ണ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. റിസോർട്ടിൻ്റെ പേര് വരുന്നത് പകലകം റിവർ റിസോർട്ട് എന്നാണ്. വളരെ മനോഹരവും പ്രകൃതി രമണീയവുമാണ് ഈ ഒരു പ്ലേസ്. ഫ്രണ്ട്സ്, ഫാമിലി, കപ്പിൾസ് ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിതാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏതൊരാൾക്കും പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റൂംസൊക്കെ ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് ഒരല്പസമയം മാറി നിൽക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടൊക്കെ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് അടിപൊളി ചില്ലക്കാൻ ഈ ഒരു റിസോർട്ട് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു റിസോർട്ടിൽ റൂംസ് അവൈലബിൾ ആണ് കേട്ടോ. CCC കമ്മ്യൂണിറ്റിയിലെ കുറച്ച് കൂട്ടുകാർ ഒത്തുകൂടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇവിടെ. വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് പകലകം റിസോർട്ടിൻ്റെ റിസപ്ഷൻ വരുന്നത്. നമ്മളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വർക്കുകൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകം തന്നെയായിരുന്നു അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ. നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കഥകളി കലാകാരനും കൂടി അവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് പ്രതിമയാണെന്ന് പറയൂല, അത്രയും നാച്ചുറൽ ആയിട്ടായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് സ്റ്റെയർ കയറി മുകളിലേക്ക് പോയാൽ ഒരു വലിയൊരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 250 പേർക്ക് ഒന്നിച്ചൊരു ഫംഗ്ഷൻ കൂടാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നിന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ സ്റ്റേ ആയിരുന്നു. ആ സമയത്ത് അവിടെ ആരുടെയോ ഒരു ബ്രെഡ് ടു ബി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചായയും സ്നാക്സൊക്കെ ഇവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയോടെ ആയപ്പോൾ കുറച്ച് സമയം കുട്ടികൾ വെള്ളത്തിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ പരിപാടിയിലേക്ക് നടന്ന് പരിചയപ്പെടലും കളികളും ഗെയിംസും പിന്നെ അതുപോലെ പാട്ടുപാടലും പിന്നെ മൊമെൻറ്റോ കൈമാറലും പിന്നെ വിജയികൾക്കുള്ള സമ്മാനദാനം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരായതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട്. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമ്മാനം കൊടുക്കാനുള്ളതായി. സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്ന സ്വീസ് അക്കാദമിയും അതുപോലെ ഇമേജ് മൊബൈൽ പെരിന്തൽമണ്ണ ആയിരുന്നു കേട്ടോ. ഗെയിമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നന്നായി വിശന്നു. നമുക്ക് ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് മത്ബക്ക് അറേബ്യൻ മജ്ലിസ് മന്തിയായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ്, പെരിന്തൽമണ്ണയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെ എന്ന് പറയാം. അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, എല്ലാവർക്കും നന്നായി കഴിക്കാൻ പറ്റി. റീൽസിലൂടെയും വ്ളോഗിലൂടെയും മാത്രം കണ്ടുവരുന്ന മുഖങ്ങളായിരുന്നു അന്ന് അവിടെ ഒത്തുകൂടിയത്. ഒരു ചാടയില്ല, അടിപൊളി വൈബോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഒന്ന് പൂളിലേക്ക് ഇറങ്ങി കളിച്ച് പിന്നെ കുറച്ച് സമയമല്ല നേരം വെളുക്കോളം ഞങ്ങൾ എല്ലാവരുടെയും ഓരോ കഴിഞ്ഞു പോയ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അടിപൊളിയായി.